ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സൂപ്പർ സിമ്പിൾ ആൻഡ് സൂപ്പർ ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റം ആയിട്ടുള്ള ചോക്ലേറ്റ് ലേറ്റ് മൂസ് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. ഇത് എല്ലാം ചൂടുള്ള പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ചൂടുള്ള പാല് നമുക്ക് വൈറ്റ് കോമ്പൗണ്ടിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക എന്നാണ് നമ്മളെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 ചോക്ലേറ്റ് കോമ്പൗണ്ട്സിലും പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും പാലും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും മെൽറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 2 ചോക്ലേറ്റ് കോമ്പൗണ്ട്സും മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 ചോക്ലേറ്റ് കോമ്പൗണ്ട്സും നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തു. അപ്പം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം വിസ്ക് ചെയ്തെടുത്തിട്ടോ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം അതിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം, ഹാഫ് വിപ്പിംഗ് ക്രീം 1/2 കപ്പോളാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ആ പാലിൻ്റെയും മിക്സാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ ഫുള്ള് മിക്സ് ചെയ്യാണ്ട് കുറച്ചായിട്ടാണ് മിക്സ് ചെയ്ത് നന്നായിട്ട് വിപ്പിംഗ് ക്രീമും നമ്മൾ ഈ ചോക്ലേറ്റ് മിക്സും നന്നായിട്ട് മെൽറ്റായി ബ്ലെൻഡായി വരുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ചേർക്കുന്നത്. സെയിം പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ചെയ്ത പോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഡാർക്ക് ചോക്ലേറ്റ് മിക്സും വൈറ്റ് ചോക്ലേറ്റ് മിക്സും റെഡിയാണ്. ഇനി നമുക്കിത് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ 2 മിക്സും സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടിയുള്ള ആ ഒരു മിക്സാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ലെയറിങ് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആ ഒരു വിപ്പിംഗ് ക്രീമുള്ള മിക്സാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം മിക്സാണ് നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 ലെയറിൽ ചെയ്യാം, കൂടുതൽ ലെയേഴ്സ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒരു ലെയറും കൂടി ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പിംഗ് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. സിംഗിൾ ലെയർ കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ മൾട്ടിപ്പിൾ ലെയേഴ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തതായി ഇതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ നമ്മളൊരു 3 to 4 hours ഇത് തണുപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ മൂസ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ഡയറക്റ്റായി യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സൂപ്പർ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി കാണുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ്. ലവ് യു ഓൾ.